ഒരു ബുക്കിൻ്റെ റിവ്യൂ പറയാനായിട്ട് ഞാനിതൊരു ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഈ ബുക്ക് പറഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമാകും. കാരണം ആരെങ്കിലും ശരിക്കും ഈ ബുക്ക് വായിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നല്ല ബുക്കുകൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ്. ശരിക്കും ഇത് നിങ്ങൾക്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഞെട്ടിച്ച ഒട്ടേറെ സാധാരണ കൊലപാതകങ്ങളുടെ അന്വേഷണ പരമ്പരകളിലൂടെയുള്ള ഒരു കുറ്റാന്വേഷണ ശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്ന ബുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതിയേക്കുന്നത് വെച്ചാൽ ഡോക്ടർ ഉമാദത്തൻ സാറാണ്. സാറെന്ന് പറയുന്നത് ഫോറൻസിക് സർജനാണ്. കുറ്റാന്വേഷണ ശാസ്ത്രത്തെയും കുറ്റവാളികളുടെ മനഃശാസ്ത്രത്തെയും പറ്റി മനസ്സിലാക്കി തരുന്ന അതുല്യ ഗ്രന്ഥം എന്നാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ ബുക്ക് കിട്ടുന്നത്. സോ ഉമാദ് സാറിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. സാറെന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിലെ മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു. അതിനൊക്കെ തന്നെ കേരളത്തിലെ മെഡിക്കൽ ലീഗൽ അഡ്വൈസറാണ്, ഉപദേശകരാണ്. അതുമല്ല, സാറ് കേരള മെഡിക്കൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ എന്നീ നിലയിൽ സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലിൽ ഇപ്പോൾ ലിബിയൻ അറബ് റിപ്പബ്ലിക്കിൻ്റെ മെഡിക്കൽ ലീഗൽ കൺസൾട്ടൻറ്റും ആയിരുന്നു സാറ്. അമൃത മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായി അദ്ദേഹം അധ്യക്ഷനുമായിരുന്നു അവിടുത്തെ. 2019 ജൂലൈയിലാണ് സാറ് മരിക്കുന്നത്. സോ സാറിൻ്റെ ഈ ബുക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പം വളരെ ഓതൻറ്റിക്കായിട്ട് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫോറൻസിക് മെഡിസിനിലെ PG ആണ്, ഫസ്റ്റ് ഇയർ PG ആണ്. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ഫോളോ ചെയ്യാവുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഫോളോ ചെയ്യാവുന്ന. സോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹം കണ്ട കാര്യങ്ങൾ, കാഴ്ച, ഇതിനകത്തൊരു ആദ്യത്തെ തന്നെ ഒരു അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കോടതിയിൽ പോകുന്നത്. ഇപ്പം ഫോറൻസിക് സർജൻ എന്ന് പറയുന്ന മറ്റ് ക്ലിനിക്കൽ ബ്രാഞ്ചിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സൊസൈറ്റിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, മറ്റ് മേഖലകളിൽ കൂടെ ഇപ്പം മെഡിക്കൽ ഡോക്ടർ എന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ ജോലി മാത്രം ചെയ്ത് ഒതുങ്ങുന്ന ഒരു ലൈഫിന് പുറത്ത് ഇപ്പം അഡ്വക്കേറ്റായിട്ടും കോടതിയായിട്ടും മീഡിയ ആയിട്ടൊക്കെ ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റാണ് ഫോറൻസിക് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഈ സാക്ഷിക്കൂട്ടിൽ വെച്ചാൽ വിറ്റ്നസ് ബോക്സിൽ നമ്മൾ നിന്ന് ഇതിനെപ്പറ്റി ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സാറ് പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കൊരു പറയുന്ന ഒരു വാചകമുണ്ട് എന്ന് വെച്ചാൽ സാറ് പറഞ്ഞ ഒരു ഡയലോഗാണ് വെച്ചാൽ, ഡെഡ് മാൻ ടെൽ ടെയിൽസ് ആൻഡ് യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി ടു ദോസ് ടെയിൽസ്. മനസ്സിലാവുമല്ലോ എല്ലാവർക്കും. എന്ന് വെച്ചാൽ ആ മരിക്കപ്പെട്ട ആളുകളുടെ കഥ നിങ്ങൾക്ക് കേൾക്കാനുള്ള ആ ഒരു കെയർഫുള്ളായിട്ട് കേൾക്കണം എന്നാണ് സാറ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്ക്രിപ്റ്റഡ് അല്ല. അപ്പം ഈ പറയുന്നതിലൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം. സോ ഈ ബുക്ക് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനിൽ എടുക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പം ഫോറൻസിക്കാർ മാത്രം അല്ലെങ്കിൽ അവർ മാത്രം വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ശരിക്കും എല്ലാവർക്കും വായിച്ചു നോക്കാം. ഒരു എന്താ പറയുക, ഒരു ഇന്ന് കിട്ടിയ ഒരു അമൂല്യ ഗ്രന്ഥം തന്നെയാണ്. ഒരാളുടെ ഒരു ഫോറൻസിക് മെഡിസിൻ ഡോക്ടറിൻ്റെ, ഒരു പോലീസ് സർജൻ്റെ ഒരു ലൈഫ് ലോങ് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഫുള്ള് വിവരങ്ങൾ അദ്ദേഹം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്നൊരു 99% സത്യമായ കാര്യങ്ങളാണ്. ഇപ്പം ഇതിൽ വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത്, ഇപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങി 5-ാം പാതിര ആയാലും ഇപ്പോൾ ഫോറൻസിക് ആയാലും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. ഇപ്പം നമ്മളെ ദൃശ്യം കണക്ക്. ശരിക്കും ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടാറ് അതിൽ പറയുന്ന ഒന്നും ചുമ്മാ ജസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹൈപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടൊന്നും അതിനൊന്നും ഒരു യാതൊരു വിധത്തിലുള്ള ബേസും ഇല്ല. വെറുതെ ആൾക്കാരെ ത്രസിപ്പിക്കാൻ പറ്റുന്ന സിനിമ. റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും അല്ല ശരിക്കും ഫോറൻസിക് സയൻസും പോലീസും ഒക്കെ വർക്ക് ചെയ്യുന്നതും കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതും എല്ലാ കാര്യങ്ങളും. സോ അതിൻ്റേതായ രീതിയിലുള്ള ഒരു ഫോളോ ഉണ്ട്, ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു രീതിയിലുള്ള ഒരു പ്രൊസീജിയേഴ്സും അതിനൊരു ഇതുണ്ട്. സോ ഇതിൽ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പ്രതിപാദിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന മാത്രമല്ല, അദ്ദേഹം MBBS കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ഫോറൻസിക് മെഡിസിനിലേക്ക് എത്തിയതും അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കരിയർ മുന്നോട്ട് പോയതും അദ്ദേഹം കണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രൊഫസറിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു മ്യൂസിയം ഓഡിറ്റോറിയം വന്നതിൻ്റെ കഥ, പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, സാറിൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കാരുടെ, പിന്നെ ഈ കസ്റ്റോഡിയൽ ഡെത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് വിത്ത്
ഒരു 99% അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധതയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞ് ആരെയും വെറുപ്പിക്കുന്നില്ല. ശരിക്കും ഈ ത്രില്ലർ ടൈപ്പ് അല്ലെങ്കിൽ കുറച്ചൊരു നല്ല വായനാശീലമുള്ള ആൾക്കാർ, കുറച്ച് ത്രില്ലർ ടൈപ്പ് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ചൊരു ഒരു എന്താ പറയുക, കുറ്റാന്വേഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ശരിക്കും പറ്റിയൊരു ബുക്കാണ്. കാരണം ഇതിൽ പറയുന്നതൊക്കെ സത്യസന്ധമായ കാര്യമാണ്. അത് വേറെ ഒരു പൊടിപ്പോ അല്ലെങ്കിൽ ഹൈപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും സാറ് പറയുന്നില്ല. എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ്. അതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാറ് ഫോറൻസിക് മെഡിസിനിൽ വന്ന് കാണുമ്പോൾ കണ്ട കാഴ്ച വെച്ചാൽ വളരെ എന്താ പറയുക, ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഒരു ആക്കം വേണ്ടാത്തൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു മുറി. അവിടെയാണെങ്കിൽ നല്ല എക്യുപ്മെൻറ്റ്സോ സാധനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് ഒരുപാട് മാറി. നമുക്ക് നല്ല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, വെയിറ്റ് നോക്കുന്ന മെഷീൻസ് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാറുണ്ട്. ഇതിനകത്ത് സാറ് പറഞ്ഞ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ, ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ തലയോട്ടി മാത്രം കിട്ടുകയെന്ന് വെച്ചോ, എക്സിബിഷനോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വെച്ച് കിട്ടുമെന്ന് വെച്ചോ, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഒരാളുടെ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ആ എടുത്ത കിട്ടുന്ന ആ ഒരു റിമൈനിങ് സ്കള്ളിൻ്റെ ഒരു എക്സ്റേ എടുത്ത് എന്നിട്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ ലെവലിലുള്ള ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് അതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് ഈ സ്കള്ളിൻ്റെ അത്രയും ഹൈറ്റ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു ഇൻ്റർ ഇമേജിങ് അതിനെന്തോ മെർജ് ചെയ്യും, രണ്ടിനും കൂടെ ചേർത്തിട്ട്. എന്നിട്ട് അതിനകത്തുള്ള നമ്മുടെ ഈ കുറച്ച് ഒരു മെഷറിങ് കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നേസലിൻ്റെ ഭാഗത്തായാലും നമ്മൾ ഇൻ്റർ കോർണിയൽ ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ആംഗിൾ ഓഫ് മാൻഡിബിൾ, അല്ലെങ്കിൽ നമ്മുടെ സ്കള്ളിൻ്റെ കുറേ മാർജിൻസ് ഒക്കെ വെച്ചിട്ട് ഇതിനെ രണ്ടിനെ ചേർത്ത് വെച്ചിട്ട് ഇത് എക്സാക്റ്റ് ആയിട്ട് പൊസിഷനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് ആദ്യം ചെയ്ത സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം വീഡിയോ ഇമ്പോസിഷനായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കള്ളൊരു സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം വീഡിയോ എടുത്തിട്ട് മറ്റേ അതിനൊക്കെ ഒരു നെഗറ്റീവ് ഫോട്ടോ വെച്ചിട്ട് മാച്ച് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഇന്ന് 2024 വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഈസിയാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് DNA ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുമല്ല, ഇപ്പോഴത്തെ ഈ 3D നമുക്കിവിടെ സോഫ്റ്റ്വെയർ ഉള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, പുതിയ നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ മെർജ് ചെയ്ത് കറക്റ്റ് എക്സാക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് ഡയമീറ്ററിലകത്ത് അത് പൊസിഷനിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പം ഇങ്ങനെ ഒരു സംഭവം 100% ഒരാളെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിൻ്റെ ആണെന്ന്. കാരണം സയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പുറകെ നിന്ന് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട്. പക്ഷേ അദ്ദേഹം അത് ചെയ്തു, സ്വന്തം റിസ്കിൽ അതെടുത്ത് ചെയ്തു. ശരിക്കും നല്ലൊരു ഭയങ്കര മോട്ടിവേഷനാണ് സാറിൻ്റെ ഈ ബുക്ക് എന്ന് പറയുന്നത്. ഒരുവണ വായിച്ച് നോക്കുക. പിന്നെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ സാറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥ എന്ന് പറയുന്നത്